സാറാവത്തുണ്ട്. എടാ, ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതിന് കാരണം എന്നാണെന്നറിയോ? ഞാനായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഏരിയയിൽ നിന്നും ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണ്. നിങ്ങളിൽ ആരാണ് ആ കുട്ടിയെ കൊണ്ടുപോയത്? എന്തിനാണ് കൊണ്ടുപോയത്? എവിടേക്കാണ് കൊണ്ടുപോയത്? നിങ്ങൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ എനിക്ക് പണി എളുപ്പമാണ്. പറ. സാറ് പറഞ്ഞ പോലെ ഈ സംഭവത്തെപ്പറ്റി ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഈ സംഭവം അറിയുന്നത്. ഞങ്ങളെന്നാ ചെയ്യാനാ? എടാ, ഈ നാട്ടിലെ സകല കേസിൽ നിങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഇവൻ അല്ലെങ്കിൽ അവൻ. എന്നിട്ട് നിനക്കൊന്നും അറിയത്തില്ലല്ലോ. സാറേ, അതൊക്കെ ഞങ്ങൾ പണ്ടേ നിർത്തിയതാണ്. ഇപ്പോൾ ഒരു അലുമിനിയം വഴക്കിനും പോകാതെ അന്തസ്സായിട്ട് പണിയെടുത്താൽ ഞങ്ങൾ ജീവിക്കുന്നത്. അതെ സാറേ, ഞങ്ങളിപ്പോൾ ഒരു വള്ളിയും പിടിക്കാറില്ല. ശേഷം കോടി ഭാഷ വള്ളി പിടിക്കും പോലും വലിച്ചു കീറുന്നതിനെ കേട്ടോ. സാറേ, ഞങ്ങൾ ഈ കേസിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ സാറേ ഞങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിനക്കൊക്കെ പഴംപൊരിയും ബീഫും മേടിച്ചു തന്നിട്ടുണ്ട് ഞാൻ കാര്യങ്ങൾ ചോദിക്കാൻ. മര്യാദയ്ക്ക് പറഞ്ഞ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന്? സാറേ, കാല് പിടിച്ച് പറയാം. ഞാൻ കാര്യത്തിലല്ല പറ്റിയെന്ന്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അതെങ്ങനെ നിനക്കറിയാം? ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ നീ മാറുടെ കൂടെ ഉണ്ടോ? അതാ സാറേ, സാർ എന്ത് വർത്താനമായി പറയുന്നത്? ഈ കേസെല്ലാം കൂടി ഞങ്ങൾ തലയിലോട്ട് കെട്ടിവെക്കാൻ വേണ്ടിയാണ്. എന്ത് വർത്തമാനമാണെന്നോ? ഞാൻ പറഞ്ഞുതരാം. നല്ല റെഡിക്ക്. നീ ഒരു മാർവാടിയുടെ നിന്നും പൈസ വാങ്ങി മുങ്ങി. അല്ല, മുങ്ങിയെന്ന് നീ പറഞ്ഞു വരുത്തി. എന്നിട്ട് ആ പെൺകുട്ടിയുമായി നീ കടന്നു കളഞ്ഞു ഒരാഴ്ച. അതല്ലടാ സത്യം. എന്താ സാറേ സാറി പറയുന്നത്? ഞങ്ങൾ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങളാണ്. എന്ത് തെളിവാ സാറേ ഇതിനുള്ളത്? എടാ പന്ന മോനെ, നിനക്ക് തെളിവ് വേണോ? ഇവന് പകരം നീ ആ കൊച്ചിനെ കൊണ്ട് വിറ്റു എന്ന് ഞാൻ പറഞ്ഞാൽ മിണ്ടാതെ ഇരുന്നോണം. എടാ, പറയിക്കാൻ എനിക്ക് അറിയത്തില്ലാണ്ടല്ല. പറയിക്കും. തത്ത പറയുന്ന പോലെ ഞാൻ പറയിക്കും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. പറയടാ, നിനക്കറിയാം നിങ്ങൾ ആ കൊച്ചിനെ എന്താണ് ചെയ്തേ? സാറേ, ചെയ്യാത്ത കുറ്റം ഞങ്ങൾ എങ്ങനെ ഏറ്റെടുക്കാനാ? ആ കൊച്ചിനെ ഞങ്ങൾ എവിടെ പോയി കണ്ടുപിടിക്കും? സാറേ, ഞങ്ങളിത് നിരപരാധികളാണ്. ഞങ്ങൾക്ക് ആ കൊച്ചിനെ അറിയത്തില്ല. അവരുടെ വീട്ടുകാരെ അറിയാമെന്നല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും അറിയത്തില്ല. സാറേ, പൈസ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കുറച്ച് ദിവസം മാറി നിന്നുള്ളത് ശരിയാണ്. അതും ഈ സ്റ്റേഷൻ പരിധി തന്നെ. ഇവിടം വിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. ആ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകാനും മാത്രമുള്ള ഇതൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളാരും അതൊന്നും ചെയ്തിട്ടില്ല. ചത്തത് വീഴാനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ഉറപ്പിക്കണം സാറേ. നീ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? എന്നൊരു കാര്യം ചെയ്യ്, ഞാനിവിടുന്ന് മാറിത്തരാം. നിങ്ങൾ നാളെ ഓരോരുത്തരും ഒന്ന് ഇവിടെ കയറിയിരി. പിള്ളേരെ, ഞാൻ ഒരുപാട് നാളായി ചിര തുടങ്ങിയിട്ട്. എന്നെ ഒത്തിരി അങ്ങോട്ട് ഉണ്ടാക്കാൻ വരല്ലേ. എൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. ഇതിനകത്തെ 1-ാം പ്രതിയും 2-ാം പ്രതിയും 3-ാം പ്രതിയും. ഇടില്ല, ഇടി നല്ല ഇടി കിട്ടും. തൂത്തൂലേ മക്കളെ നിങ്ങളുടെ ശരീരം. സാറേ, പിന്നെ ഞങ്ങൾ പറയുക, ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല സാറേ. നാട്ടിൽ അല്ലറയില്ലറ അലമ്പോട് ഉണ്ടാക്കുന്നല്ലാതെ ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോകാനുള്ള ധൈര്യമൊന്നും ഞങ്ങൾക്കില്ല സാറേ. ഹലോ, എസ് ഐ രാജീവ് സാർ, ഇത് ഉടുപ്പി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സാർ. നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായ ഒരു പെൺകുട്ടിയോട് ഏകദേശം സാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയെ 2 ചെറുപ്പക്കാരെയും കർണാടക വനത്തിൽ നിന്നും നമ്മുടെ തണ്ടർ പോലീസ് ടീം കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ അവിടെ നിന്നൊരു ടീമിനെ ഇവിടേക്ക് വിടുകയാണെങ്കിൽ വിക്ടിംസിനെ നമുക്ക് കോർട്ടിൽ ഹാജരാക്കി ഹാൻഡ് ഓവർ ചെയ്യാം. സാർ, എത്രയും പെട്ടെന്ന് അയക്കാനുള്ള മാർഗം ചെയ്യാം സാർ. സാർ, പോക്കോ, ഇപ്പോൾ നിങ്ങൾ പോക്കോ. ഈ സ്റ്റേഷൻ പരിധി വിട്ട് ഒരു സിനിമയ്ക്ക് പോലും പോയേക്കരുത്. വിളിക്കുന്ന വിളിയിൽ ഇവിടെ വന്നേക്കണം. പോകോ. ദൈവം, വീണ്ടും ഗുരുമ ഗുരുവാണ്. എടാ, ഇതിപ്പോ നമ്മളായിട്ട് വരുത്തിയല്ലോ, ഇത് വന്നു കയറുന്നല്ലോ ഇവിടെ. എടാ, നീ ഇങ്ങനെ നെഗറ്റീവ് എല്ലാത്തിനും പറയാതെ എല്ലാത്തിനും ഒരു വഴി തെളിയുക നീ.
ചടങ്ങ് കേസ് തീർത്താൽ മതി ചുമ്മാ അമ്മ നീ സന്തോഷിച്ചു പൈസ മേടിച്ചിട്ട് മുങ്ങി